next chapter is surface chemistry. Surface chemistry means the chemistry deals with the phenomena or reactions occur at the surface or in the interface. നമുക്ക് ആദ്യം ഇൻ്റർഫേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ രണ്ട് ബൾക്ക് ഫേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഒരു ഗ്യാസും ലിക്വിഡും കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ മുകളിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ സർഫസ് ആണ് ഇതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അതാണ് ഇൻ്റർഫേസ്. അത് സോളിഡ് ലിക്വിഡും ആകാം, രണ്ട് ഇമ്മസിബിൾ എണ്ണയും വെള്ളമൊക്കെ പോലെയുള്ള രണ്ട് ലിക്വിഡ്സ്, അതാണ് ഇമ്മസിബിൾ ലിക്വിഡ്സ്. അങ്ങനെ രണ്ട് ഇമ്മസിബിൾ ലിക്വിഡ്സിൻ്റെ ബൗണ്ടറി ആകാം. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അഡ്സോർഷൻ, രണ്ട് കൊളോയിഡ്സ്. അതിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് അബ്സോർഷൻ. പക്ഷേ അബ്സോർഷൻ അല്ല, ഇത് അഡ്സോർപ്ഷൻ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അഡ്സോർഷൻ എന്ന്. എങ്കിൽ അഡ്സോർഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് കാണാം. ഇത് ഒരു കഷ്ണം സ്പോഞ്ച്. ഈ സ്പോഞ്ചിനെ ഞാൻ വെള്ളത്തിൽ മുക്കുന്നു. നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും? ആ സ്പോഞ്ച് ആ വെള്ളത്തിനെ വലിച്ചെടുക്കും. അത് കണ്ടില്ലേ, ആ വെള്ളം മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. വെള്ളം സർഫസിൽ പറ്റിയത് കൂടാതെ അതിൻ്റെ ഉള്ളിലേക്കും കൂടെ വന്നു, അതായത് ബൾക്കിലേക്കും കൂടെ വന്നു. അതാണ് അബ്സോർഷൻ. ഇതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുണ്ട് അഡ്സോർഷന്. അതായത് ഫോർ എക്സാമ്പിൾ, ഇതൊരു കഷ്ണം സ്പോഞ്ച്. ഇതിനെ ഞാനൊരു പൗഡറിൽ മുക്കുന്നു. കണ്ടോ, ഇതിൻ്റെ സർഫസ് കണ്ടോ? ഇപ്പോൾ ഈ പൗഡർ ഇതിൻ്റെ സർഫസിൽ പറ്റിപ്പിടിച്ചു. അങ്ങനെ സർഫസിൽ മാത്രമേ ഇത് പറ്റിപ്പിടിക്കുന്നുള്ളൂ, ഇതിൻ്റെ ബൾക്കിലേക്ക് അത് പോയിട്ടേയില്ല. ഇതിനെയാണ് നമ്മൾ അഡ്സോർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്സോർഷനെ ഒരു സർഫസ് ഫിനോമിനനാണെന്ന് പറയാം. അതേസമയം അബ്സോർഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് പ്രോപ്പർട്ടിയാണ്. അഡ്സോർഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനനാണ്. ഇപ്പോൾ ഇത്രയും സിമ്പിളാണ് അഡ്സോർഷൻ എങ്കിലും ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മാസ്കുകൾ നമുക്കിപ്പോൾ ഒത്തിരി ഫെമിലിയർ ആണ്. പക്ഷേ യുദ്ധഭൂമിയിലോ അല്ലെങ്കിൽ ഖനികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാസ്കിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിലൊക്കെ ഉപയോഗിക്കുന്ന അഡ്സോർഷനാണ്. പിന്നെ ഷുഗർ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം, ശർക്കരയുടെ കളറാണ് ശരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോൾ അത് പഞ്ചസാരയാക്കുന്നത് അതിലെ കളറിങ് മെറ്റീരിയൽസിനെ ഈ അഡ്സോർഷൻ വഴി മാറ്റിയ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അഡ്സോർഷന് നമ്മളൊരു എക്സാമ്പിൾ സാധാരണ കാണുന്നതാണ്. നിങ്ങളിങ്ങനെ ഒരു പാക്കറ്റ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്നുകൾ, ബോട്ടിലൊക്കെ മരുന്നുകൾ, ഗുളികകൾ ഇടുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇങ്ങനൊരു സിലിക്ക ജെൽ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഡെസിക്കൻ സിലിക്ക ജെൽ, ഡേഞ്ചറസ്, ഡു നോട്ട് ഈറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പറിൻ്റെ ഒരു കുറച്ച് ചെറിയ അംശം പോലും അത് ആ ഉപകരണങ്ങൾക്ക് കേടുണ്ടാക്കും, അല്ലെങ്കിൽ ആ മരുന്ന് ചീത്തയാകും. അപ്പോൾ അങ്ങനെ വാട്ടർ വേപ്പർ എന്തെങ്കിലും തരത്തിൽ ഉള്ളിലെത്തിയാൽ അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിലിക്ക ജെൽ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിലിക്ക ജെൽ നല്ലൊരു അഡ്സോർബൻ്റാണ്. അപ്പോൾ ഈ സിലിക്ക ജെൽ വാട്ടറിനെ അഡ്സോർബ് ചെയ്യും. പക്ഷെ കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഈ കാൽസ്യം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അഡ്സോർഷനും അബ്സോർഷനും മനസ്സിലാക്കാനായിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ് ഇത്. സിലിക്ക ജെൽ അഡ്സോർബ്സ് വാട്ടർ, കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് വാട്ടർ. മനസ്സിലായില്ലേ? കണ്ടോ, സിലിക്ക ജെല്ല് കണ്ടില്ലേ, ഒരു തരിതരിയായിട്ടുള്ള സാധനമാണ്. കുറേ നേരം ഇച്ചിരി അധികം ഈർപ്പമുള്ളിടത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പതുക്കെ അലുക്കാൻ തുടങ്ങും. പക്ഷെ കാൽസ്യം ക്ലോറൈഡിൻ്റെ ഒരു പ്രത്യേകത, അത് അഡ്സോർബൻ്റ് ആയിട്ട് ഇതിങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം അത് വെള്ളത്തിനെ വലിച്ചെടുത്തിട്ടങ്ങ് കുതിരും. ഇത് അങ്ങനെ സംഭവിക്കില്ല. ഇനി നമ്മൾ അഡ്സോർഷനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് അഡ്സോർബ് ചെയ്ത സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോഞ്ചിലേക്കാണ് പാർട്ടിക്കിൾസ് പിടിച്ചിരിക്കുന്നത്. ഈ സ്പോഞ്ചിൻ്റെ ഈ സർഫസിനെ അഡ്സോർബൻ്റ് എന്ന് പറയും. അപ്പോൾ അഡ്സോർബൻറ്റിലേക്ക് പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്തു. ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസിനെ അഡ്സോർബേറ്റ് എന്ന് പറയും. ഇനി നമ്മൾ അഡ്സോർഷൻ പഠിക്കുമ്പം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ. എന്താണ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ? എത്രമാത്രം സബ്സ്റ്റൻസ് ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ അളവാണ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ x/m.
ഇങ്ങനെ പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കാൻ ഒറ്റ ഒരു കാരണമുള്ളൂ, ഇവിടെ ഈ സർഫസിൽ കുറേ വാലൻസി ഫ്രീ ആണ്. അതിന് റെസിഡ്യുവൽ വാലൻസി എന്ന് പറയും. സർഫസിലുള്ള മോളിക്യൂളിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. അതിന് വേറെ ആരുമില്ല, പാവം. താഴെയുള്ള മോളിക്യൂൾസ് എല്ലാം ഉണ്ട്, പക്ഷെ ഇനി ഒരു മോളിക്യൂൾസും ലിക്വിഡ് മോളിക്യൂൾസ് ഇല്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂളിനെ നോക്കിക്കേ, അതിന് ചുറ്റും എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ വാലൻസി കംപ്ലീറ്റ്ലി ഫിൽഡാണ്. പക്ഷെ സർഫസിലുള്ള മോളിക്യൂൾസിനോ എപ്പോഴും അതിന് പുറത്തുണ്ടായിരുന്ന വാലൻസി ഇപ്പോഴും ഫ്രീയാണ്. അപ്പോൾ പിന്നെ ആരും ഇല്ലെങ്കിൽ വേണ്ടില്ല, വന്നവരാവട്ടെ എന്ന് കരുതും. അതുകൊണ്ട് സർഫസിലുള്ള മോളിക്യൂൾസ് അതിന് പുറത്തുള്ള, അതായത് ഇപ്പോൾ ഒരു ഭിത്തി റൂമിലുള്ള ഗ്യാസ് മോളിക്യൂൾസിനെ അല്ലെങ്കിൽ പൊടിപടലങ്ങളെ പിടിച്ച് വെക്കുന്നത് പോലെ ആ ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്യുന്നു. ഇത് കണ്ടില്ലേ, ഈ അഡ്സോർഷൻ എന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നമുക്കറിയാം, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു ഭിത്തിയിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്ന, ഭാനയിൽ പൊടി പിടിച്ചിരിക്കുന്ന, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അഡ്സോർഷനാണ്. അപ്പോൾ നമുക്കറിയാം, റഫായിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ അഡ്സോർഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ഫിനോമിനാണ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. പക്ഷെ നമുക്കറിയാം, ഓടി നടക്കുന്ന പൊടിയെല്ലാം കൂടെ ഇവിടെ വന്ന് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് അവിടെ എൻട്രോപ്പി കുറയുന്നു, അല്ലേ? അപ്പോൾ ഇതാണ് മെക്കാനിസം ഓഫ് അഡ്സോർഷൻ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ദി അഡ്സോർഷൻ ഈസ് ഡ്യൂ ടു റെസിഡ്യുവൽ വാലൻസി ഓൺ ദി സർഫസ്. Adsorption is a spontaneous process, it is an exothermic process, and also there is a decrease in entropy due to adsorption. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് മെക്കാനിസം ഓഫ് അഡ്സോർഷൻ. ഈ അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൗഡറിനെ ചുമ്മാ അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുതെ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനെ, അതായത് ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്കായിട്ടുള്ള എന്തോ ഫോഴ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാണ്ടർവോൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയാം. അതേസമയം ചില പാർട്ടിക്കിൾസ് ചില സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കെമിക്കൽ ബോണ്ട് വഴിയാണ്, അത് സ്ട്രോങ്, അതിങ്ങനെ തൂത്താ പോവുകയില്ല. അപ്പം അങ്ങനെ അഡ്സോർഷൻ രണ്ട് തരം, ഫിസിസോർഷൻ ആൻഡ് കെമിസോർഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി അഡ്സോർബൻറ്റ് ആൻഡ് ദി അഡ്സോർബേറ്റ്. Next is factors affecting adsorption. Factors affecting adsorption are nature of adsorbent, nature of adsorbate, pressure and temperature. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ്. അഡ്സോർബൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന സർഫസ്, അതൊരു റഫ് സർഫസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ഇപ്പോൾ കാറ്റലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസിന് ചുറ്റും ഗ്യാസ് മോളിക്യൂൾസിന് പിടിച്ചിരിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡേർഡ് ഫോമിലാണെങ്കിൽ, സ്പോഞ്ചി ഫോമിലാണെങ്കിൽ, റഫ് സർഫസ് ആണെങ്കിലൊക്കെ ഈ അഡ്സോർപ്ഷൻ പവർ കൂടുതലായിരിക്കും സർഫസിന്, അതായത് അഡ്സോർബൻറ്റിന്. ഇനിയുള്ളൊരു കാര്യം നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആണ്. നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് അനുസരിച്ച്, അതായത് അഡ്സോർബേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ് അത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണെങ്കിൽ, അതായത് അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലെ ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ളത്, നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ലിക്വിഡ് ആവുന്ന ഗ്യാസിനെയാണ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലിക്വിഫൈ ചെയ്യാനുള്ള, പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഗ്യാസസിനെ നമ്മൾ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് എന്ന് പറയും. അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലെ ഉള്ള ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുതലുള്ള ഗ്യാസസിനെ ഗ്യാസസ് അഡ്സോർബ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ പോലെയുള്ള പെർമനന്റ് ഗ്യാസിനേക്കാൾ. അടുത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ടൊരു സിമ്പിൾ ഗ്രാഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർഷൻ ടെമ്പറേച്ചറും കൂടെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ പ്ലോട്ട് ചെയ്ത ഗ്രാഫ്, അതിനെ അഡ്സോർഷൻ ഐസോബാർ എന്ന് പറയും. നമുക്കറിയാം അഡ്സോർഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ലേഷാർലിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർഷൻ കുറയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫായിരിക്കും. എന്നാൽ കെമിസോർഷൻ ആണെങ്കിൽ പതുക്കെ ആദ്യം ഒന്ന് കൂടും, എന്നിട്ട് പക്ഷേ അഡ്സോർഷൻ നടന്നു കഴിഞ്ഞ് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡീസോർഷൻ നടക്കും, അല്ലെങ്കിൽ അഡ്സോർഷൻ്റെ റേറ്റ്
കുറയും. അപ്പോൾ ഫിസിസോഷനും കെമിസോഷൻ്റെയും ഗ്രാഫ് ഡിഫറൻ്റ് ആണ്. അതിന് കാരണം കെമിസോഷൻ നീഡ്സ് സം ആക്ടിവേഷൻ എനർജി. എഫക്റ്റ് ഓഫ് പ്രഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രാഫിനെ അഡ്സോർഷൻ ഐസോതേം എന്ന് പറയും. കാരണം എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷനും പ്രഷറും നമ്മൾ പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന ഗ്രാഫ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ടാണ് അഡ്സോർഷൻ ഐസോതേം, ഒരേപോലത്തെ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതുകൊണ്ട് അഡ്സോർഷൻ ഐസോതേം എന്ന് പറയും. നമുക്കറിയാം പ്രഷർ കൂടുന്നതനുസരിച്ച് അഡ്സോർഷൻ കൂടും. കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താൽ കൂടുതൽ മോളിക്യൂൾസ് സർഫസിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ അഡ്സോർഷൻ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, അഡ്സോർഷൻ കൂടുകയില്ല. അങ്ങനെ അഡ്സോർഷൻ മാക്സിമം ആകുന്ന ആ പ്രഷറിനെ സാച്ചുറേഷൻ പ്രഷർ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷൻ്റെ മാറ്റവും ഇല്ല, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഗ്രാഫിൽ നമുക്കത് കാണാം. ഇതിനാണ് അഡ്സോർഷൻ ഐസോതേം എന്ന് പറയുന്നത്. ഈ അഡ്സോർഷൻ ഐസോതേം നമുക്ക് അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്, ഫ്രോൺലിക് അഡ്സോർഷൻ ഐസോതേം. ഒരു ചെറിയ ഇക്വേഷനാണ്. x/m = K p⁻⁴ അതിനെ നമ്മൾ ഫ്രോൺലിക് അഡ്സോർഷൻ ഐസോതേമിൻ്റെ ഒരു ഫോമാണത്. ഇനി അതിൻ്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. log x/m = log K + 1/n log p. അതും അഡ്സോർഷൻ ഐസോതേം തന്നെ. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിലോ ഗ്രാഫ് എങ്ങനെയിരിക്കും? നമുക്കറിയാം y = mx + c എന്ന് പറയുന്ന ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. അതിൽ y എന്ന് പറയുന്നത് y ആക്സിസ് പ്ലോട്ട് ചെയ്തത് log x/m, എന്ന് പറയുന്നത് എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ലോഗ് പി. അപ്പം നമ്മൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്.